അസ്സലാമു നമസ്കാരം. ഇന്നൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ബേക്കൊന്നും ചെയ്യാത്തൊരു കേക്കാണ് ചെയ്യുന്നത്. എളുപ്പം അത് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ബിസ്ക്കറ്റ് മതി. ടീ ബിസ്ക്കറ്റ് ഈ രണ്ടെണ്ണം വെച്ച് ഒരു ട്രേയിൽ ഇങ്ങനെ അടുക്കി കൊടുക്കാം. ഇങ്ങനത്തെ ട്രേ ഇല്ലെങ്കിൽ പുഡിങ് ചെയ്യുന്ന ട്രേ ആയാലും മതി. പുഡിങ് ചെയ്യുന്ന ഗ്ലാസ് ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഈ രണ്ടെണ്ണം ഈ ട്രേ ഫുള്ള് പാലിൽ മുക്കിയാണ് ഇത് നിരത്തി കൊടുക്കുന്നത്. തിളപ്പിച്ച് ആറിയ പാലാണ്. അത് ഈ മുക്കി നിരത്തി കൊടുക്കണം. ഇനി 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലിനകത്തിലോട്ട് 1/2 കപ്പ് കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ ഈ അടുക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ജെല്ലാണ്. സ്ട്രോബെറി ഫ്ലേവറിൻ്റെ ജെല്ലി അത് വാങ്ങിയിട്ടുണ്ട്. അതൊരു പാക്കറ്റ് 85 ഗ്രാമാണിത്. അത് 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചെറിയൊരു പുളിപ്പാണിതിന്. അത് തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി തന്നെ ഈ കൂട്ടിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബേക്ക് ചെയ്യാത്ത ജെൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എളുപ്പം ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സ്ട്രോബെറി ജെൽ കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.